ഹായ് ഗായ്സ്, ഞങ്ങളില്ലേ ഇപ്പം ഹരിപ്പാടാട്ടോ. ചേട്ടൻ്റെ കൊച്ചിൻ്റെ നൂല് കെട്ടിന് വന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചൂണ്ടയിടുക കേട്ടോ. ചൂണ്ടയിടുന്നതല്ലാതെ മീനൊന്നും കൊളുത്തുന്നില്ല. ഉണ്ടോ, നല്ല ഭംഗിയാട്ടോ. നിറച്ച് പായലെല്ലാം കയറി കിടക്കുന്ന സ്ഥലമാട്ടോ. പിള്ളേരെല്ലാവരും കൂടി ചൂണ്ടയിടാൻ വേണ്ടി ഇരിക്കുവാണ്. ചൂണ്ടയിലൊരു മീൻ പോലും കൊളുത്തുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു കാര്യം. നിറച്ച് കുഞ്ഞു മീനുകൾ കാണാൻ പറ്റും, പക്ഷെ അത് ക്ലിയറായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്നാലും എല്ലാവരും കൂടെ ഞാനും അവരുടെ ഒപ്പം മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടാനായിട്ട് നിന്നു കേട്ടോ. അന്നേരം അതിൽ ചൂണ്ടയിലൊന്നും കൊളുത്തുന്നില്ല കേട്ടോ. അപ്പം ആൻറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് മൊബൈൽ ആൻറ്റിയാണ് വോയിസ് കൊടുക്കണം കേട്ടോ. ചൂണ്ടയുടെ അറ്റത്ത് മാവ് കുഴച്ച് വെച്ചിട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. രേഷ്മയുടെ കുഞ്ഞമ്മയും ചൂണ്ടയിടാൻ നിൽക്കുന്നു. മകള് താരമോളുണ്ട്, ആമിക്കുട്ടിയുണ്ട്, രേഷ്മയുടെ മകൾ അമ്പിളിയുടെ മാളുണ്ട്. ഇതേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാത്തുണ്ട്, സൂര്യയുണ്ട്. പക്ഷെ ആർക്കും കിട്ടിയിട്ടില്ല, ഒരണക്കമ്മയും പോലും കിട്ടിയിട്ടില്ല. കുഞ്ഞാവയുണ്ട്. ഇതേ കുഞ്ഞാവ നന്നായിട്ട് ഡാൻസ് കളിക്കും. ആൽഫയുണ്ട്. ആൽഫ കുറെ മീനെ ഓടിച്ചു വിട്ട്. ആൽഫയുടെ ചൂണ്ടയിടൽ ശരിയല്ല. ഇതേ പാത്തുക്കുട്ടനുണ്ട്. പാത്തുക്കുട്ടൻ കരയിൽ കയറി നിൽക്കുകയാണ്. കുഞ്ഞുമാവ അല്ലൈന കുട്ടിയുണ്ട്. അതേ രേഷ്മ അമ്പിളിയാണ്. അമ്പിളിന്ന് ഞങ്ങൾ വിളിക്കും. രേഷ്മ ഹരിദാസാണ്, യൂട്യൂബർ. പക്ഷെ അവള് തന്നെ ഞെട്ടിക്കൊണ്ടാണ് വെറുതെ വലിക്കുന്നതാ. ഒന്നും അതിനറ്റത്തില്ല. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു ചിരി കേട്ടാൽ അത് മതി. പുഴയോരത്ത് പുഴയോരത്ത് താര വീഴാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം താരയുടെ പപ്പ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും. ആൽഫ വലിയ ഗമയൊക്കെ പറയുന്നുണ്ട്. ആൽഫയുടെ വിചാരം ആൽഫ തോട്ടിക്കൂടെ എല്ലാം നീന്തി ചാടി വന്നത്. പക്ഷെ വെള്ളം കണ്ടാൽ ആൽഫ വരച്ച് വീഴും. താരമ്മ വലിയ ഗമയിലൊക്കെ നിൽക്കുന്നത്. താരമ്മയുടെ വിചാരം താരമ്മ ഇവിടെ ഇഷ്ടംപോലെ മീൻ പിടിച്ച് താരമ്മ കൊട്ടയിലാക്കിയിട്ടുണ്ടെന്നുള്ള വിചാരമാണ്. പക്ഷേ താരമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അതേ അമ്പിളി ആവേശം മൊത്തം അടികൊണ്ട് അടിച്ചു കൊല്ലുന്നു. അമ്പിളിയുടെ ചൂണ്ടയുടെ അറ്റത്തുള്ള മാവ്, ഇപ്പോഴത്തെ മീന് മാവൊന്നും വേണ്ട. അവർ വല്ല ചിക്കനും ബീഫും കഴിക്കുന്നവരാ. ചുമ്മാ പച്ചമാവ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മീൻ കുത്താനാ? വെറുതെ നടക്കുന്ന നമ്മുടെ വണ്ടി വരുന്നുണ്ടേ. 1:30 ആയപ്പോൾ എങ്ങാണ്ട് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട വണ്ടിയാണ് അത്. എപ്പോൾ ചോദിച്ചാലും ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ചങ്ങനാശ്ശേരി എന്ന് കടന്നിട്ടില്ല. പിള്ളേർ രണ്ടുപേരും കൂടെ പാളയായിട്ട് വരുന്നതാണ്. രേഷ്മ ഹരിദാസേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. രേഷ്മ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഒരു വല്ല മീനും കിട്ടിയോ? ഒരു മീൻ പോയി, 2 മീൻ പോയി എന്ന് പറഞ്ഞ് പാട്ട് പാടാന്നുള്ളതല്ലാതെ. അയ്യോ, അതും വെള്ളത്തിൽ പോയി.
താര വെള്ളത്തിൽ പോയി. താരയുടെ പപ്പ കണ്ട ഇപ്പൊ താരനെ മമ്മീനെ എടുത്ത് വെള്ളത്തിലിടും. ഇന്ന് മമ്മി മോളും വീണു. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോഴത്തേന് താരയുടെ മമ്മി ഒരു നടക്കല് നടന്ന് താഴെ പോയി. അപ്പം മീൻ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഷീബയുടെ അനിയൻ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു മീൻ അവിടെയാണോ ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ടാണെന്ന് പറഞ്ഞു. അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ഇത്ര നേരം വോയിസ് കൊടുത്തത് ആൻറ്റി കേട്ടോ. എന്തെങ്കിലും തെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാ വിഷമിച്ചിരിക്കുന്ന പിള്ളേരെല്ലാം തോട്ടിലേക്ക് നോക്കിയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.